ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് തങ്കളാൻ, മൈ എക്സ്പെക്റ്റേഷൻ, തങ്കളാൻ മൂവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. തങ്കളാൻ ചിയാൻ വിക്രമിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് തങ്കളാൻ എന്നത്. ചിത്രം ഈ മാസം ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിനത്തിന് അന്ന് തന്നെ റിലീസ് ചെയ്യുന്നു. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ ഈ ചിത്രത്തിന് മേൽ ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ഈ ചിത്രത്തിന് മേൽ ഇത്രയേറെ പ്രതീക്ഷ വയ്ക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയറക്ടർ രഞ്ജിത്ത്. അപ്പം തമിഴിലെ ഒരു മുൻനിര ഡയറക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 7ാമത്തെ ചിത്രമാണ് തങ്കളാൻ എന്നത്. ഓരോ സിനിമകളും വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഡയറക്ടറാണ് രഞ്ജിത്ത് എന്നത്. 2012-ൽ പുറത്തിറങ്ങിയ അട്ടകത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. 2ാമത്തെ ചിത്രം കാർത്തിക നായകനാക്കി എടുത്ത മദ്രാസ്. 3ാമത്തെ ചിത്രം 2016-ൽ പുറത്തിറങ്ങിയ കബാലി. 4ാമത്തെ ചിത്രം 2018-ൽ പുറത്തിറങ്ങിയ കാള. 5ാമത്തെ ചിത്രം 2021-ൽ പുറത്തിറങ്ങിയ സർപ്പട്ട പരമ്പര ആര്യയുടെ. 6ാമത്തെ ചിത്രം എന്ന് പറയുന്നത് 2022-ൽ പുറത്തിറങ്ങിയ നക്ഷത്രം നഗരുത്. അങ്ങനെ 6 ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. ഇത് അദ്ദേഹത്തിൻ്റെ 7ാമത്തെ ചിത്രമാണ്. ഇതൊരു ബ്രിട്ടീഷ് രാജ് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ തങ്കളാൻ സൺ ഓഫ് ഗോൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് തങ്കളാന്. അങ്ങനെയൊരു ഇതോടുകൂടി ടാഗ് ലൈനോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് തങ്കളാൻ എന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ, അതിനുവേണ്ടി ഏതറ്റവും വരെ പോകാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു ആക്ടറിനെയും കൂടെ ഹീറോ ആയിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതാണ് ചിത്രത്തിന് വേണ്ടി ഇത്രയേറെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടർ, പിന്നെ അതിൻ്റെ ഹീറോ ചിയാൻ വിക്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 61ാമത്തെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ചിത്രം പൊന്നിയിൻ സെൽവൻ 2 വലിയ ഹിറ്റായിരുന്നു. അതിനു മുമ്പ് ഇറങ്ങിയ പൊന്നിയിൻ സെൽവൻ 1 ഹിറ്റായിരുന്നു. അതിനു മുമ്പ് ഇറങ്ങിയ കോബ്ര, അദ്ദേഹം സിംഗിൾ ഹീറോ ആയിട്ട് അഭിനയിച്ച കോബ്ര പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഓരോ കഥാപാത്രങ്ങളും വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നടനാണ്. ക്യാരക്ടറിന് വേണ്ടി ഏതറ്റവും പോകാൻ ശ്രമിക്കുന്ന ഒരു നടനാണ് അപ്പോൾ അദ്ദേഹം ചിയാൻ വിക്രം എന്നത്. തമിഴകത്തിന് കമലഹാസൻ കഴിഞ്ഞാൽ ഒരു അഭിനയത്തിൻ്റെ എന്താ പറയുന്ന ഒരു മൂർത്തിഭാവം ഇദ്ദേഹമാണെന്ന് പറയാം, കമലഹാസന് ശേഷം. അങ്ങനെയുള്ളൊരു ആക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാമകനും അന്യനും അയ്യുമൊക്കെ അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചതാണ്. രാവണന്, അതോടൊപ്പം മറ്റേ ദൈവത്തിരുമകളിലെ റോളൊക്കെ നമ്മളെ വളരെയധികം വിസ്മയിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹീറോയും ഇങ്ങനെ ഒരു ഡയറക്ടറും കൂടെ കൈ കോർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ ചിത്രത്തിന് വേണ്ടി നമുക്കൊരു എക്സ്പെക്റ്റേഷൻ വരുമെന്നത് സ്വാഭാവികം. പിന്നെ ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി വി പ്രകാശാണ്. ജി വി പ്രകാശ് വിക്രത്തിന് വേണ്ടി ചെയ്യുന്ന 3ാമത്തെ ചിത്രമാണ്. ആദ്യ ചിത്രം ദൈവത്തിരുമകൾ, 2ാമത്തെ ചിത്രം താണ്ഡവം. ഇത് അദ്ദേഹത്തിന് വിക്രമായിട്ട് ഒന്നിക്കുന്ന 3ാമത്തെ ചിത്രമാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കിഷോർ കുമാറാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് അഭിനേതാക്കൾ എന്ന് പറയുന്നത് മാളവിക മോഹനൻ, പിന്നെ പാർവതി തിരോത്ത്, പശുപതി, ഡാനിയേൽ, അങ്ങനെ നീണ്ടൊരു കാസ്റ്റിങ്ങും ഈ ചിത്രത്തിലുണ്ട്. മൊത്തത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ, സ്വർണത്തിന് വേണ്ടി നടക്കുന്ന ഒരു കഥ. അത് വളരെ മനോഹരമായ വിഷ്വൽസും ട്രെയിലറും, നമ്മൾ ട്രെയിലറൊക്കെ കണ്ടതാണ്. വളരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിലറും, പിന്നെ ഓഡിയോ ലോഞ്ച് റീസെൻ്റായിട്ട് നടന്നതിൽ അത് വിക്രത്തിൻ്റെ ആ ഒരു സ്പീച്ചും എല്ലാം കൊണ്ടും വളരെയധികം ഹൈപ്പോട് കൂടി ചിത്രം ഇങ്ങനെ നിൽക്കുന്നു. ഏതായാലും 2024 എന്ന് പറയുന്നത് തമിഴ് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു മോശം വർഷമായിരുന്നു. പരാജയങ്ങൾ വളരെ കൂടുതലും വിജയങ്ങൾ വളരെ കുറവുമായി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയായിരുന്നു തമിഴ് ഈ വർഷം എന്ന് പറയുന്ന ഹോളിവുഡ്. അപ്പോൾ തങ്കളാനിലൂടെ അതിനൊരു മാറ്റം ലഭിക്കുമെന്നാണ് തിയേറ്റർ ഉടമകളും വിതരണക്കാരുമൊക്കെ പ്രതീക്ഷിച്ച് ഈ ചിത്രത്തിന് മേൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. തങ്കളാന് ഏതായാലും ഓഗസ്റ്റ് 15-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.